കാത്ത് കാത്തു വെച്ചിരുന്നു. എന്ത് കോപ്പാണ് കാണിക്കുന്നത്? ഇത് വലുത് അടിക്കുമോ ചേട്ടാ? അടിക്കും മോനെ. മോനെ എനിക്ക് വിശ്വാസമുണ്ട് മോനെ. അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഇത് ചേട്ടന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ. അല്ലല്ല, ഭാഗ്യം എൻ്റെ കൂടെ അല്ല മോനെ, നിന്റെ കൂടെ. അളിയോ, നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യണ്ടേ? എങ്ങനെയാ? എന്താന്നല്ലോ നമുക്കേ എക്സ്പോർട്ടിംഗ് ബിസിനസ് തുടങ്ങാം. ഇതിനകത്ത് ലോട്ടറി ടിക്കറ്റും ഇല്ല, പൈസയും തികയത്തില്ല. ഇല്ലേ? എത്ര അടിച്ച്? 75 ലക്ഷം. അവളുടെ ഇരിപ്പുണ്ടല്ലോ, പോയി തപ്പടി. അളിയോ, ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? ലോറൻസ് ചേട്ടാ, ഓ ഞാനിപ്പോ എങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാടാ ഇരിക്കുന്നേ? കാശാക്കണ്ടേ അളിയാ? മിണ്ടിപ്പോരു നീ. നിന്റെയൊക്കെ ആക്രാന്തമാണ് അതിനൊക്കെ കാരണം. എന്താ ലോറൻസേ, എന്ത് പറ്റി? ഇതേ കൊള്ളാൻ പറ്റാനാ? അങ്ങ് മാറിയിരിക്കടാ ലോറൻസ് ചേട്ടാ. ഇത് എന്നാ ഇരിപ്പായിരിക്കണേ? മണി 10 കഴിഞ്ഞു, ബാങ്കിൽ പോകണ്ടേ? എന്നാ പറ്റി? എന്നാ പറ്റി മാമ? എന്താ പറ്റി? എന്താ സന്തോഷമില്ലാതെ? എന്താ പറ്റിയ മാമി? എന്നാ പറയണടവേ, അങ്ങേരെ ടിക്കറ്റ് കൊണ്ട് കളഞ്ഞു. അയ്യോ, എവിടെ? അയ്യോ, ലോട്ടറി പോയതൊക്കെ സഹിക്കാം, പക്ഷെ ലോട്ടറിക്കാരൻ കാരണവരോട് ഇപ്പൊ ഞാൻ എന്ത് പറയും? മാമൻ ടിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഞങ്ങള് വീട് മുഴുവൻ തപ്പി. ഓ, ചേട്ടൻ വന്നോ? ഞങ്ങളിനി നോക്കാൻ ഒരിടവും ബാക്കിയില്ല. കാലമാടാ, എന്റെ കമ്മീഷൻ നശിപ്പിച്ചല്ലേ? അയ്യോ, ദൈവമേ, കിട്ടണേ ഭഗവാനെ. ലോറൻസേ, ഇനി നിന്റെ കൂടെയുള്ള യുവമാരും വല്ലവന്മാരാണോ ബുക്ക് ചെയ്ത? ഞങ്ങളോ? എന്ത് ലോറൻസേ, നിന്നെ കൊണ്ടുവന്നിട്ട് ഇവനല്ലേ? ഞാനല്ല. ഏതായാലും എന്റെ കൂട്ടുകാരെയൊന്നും എനിക്ക് വിശ്വാസം കുറവില്ല. ആന്റിയും വന്നല്ലോ. ഇവളിതെങ്ങനെ അറിഞ്ഞു? എന്നാ പറ്റി ചേച്ചി? ഇനി ഇവളുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ചായ എടുക്കട്ടെ? ചായ കുടിക്കാനാണോ ഞാൻ വന്നേ? ലോറൻസ് ഇത് ഇവിടെ കൊണ്ടേ കളഞ്ഞ്. ചേച്ചിക്കെങ്കിലും ഇത് നോക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ. ചേട്ടായി കൊണ്ട് മടുത്തല്ലോ കത്താവേ. എടേ, ആ പോയ ലോട്ടറി ഗൂഗിളിൽ തപ്പി നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. ദൈവമേ, ലോട്ടറി കിട്ടിയേക്കണേ എന്റെ ഭഗവതി. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു, പോയി. രക്ഷയില്ല. ലോട്ടറി കൊണ്ട് കളഞ്ഞിട്ട് ചേട്ടായുടെ ഇരിപ്പ് കണ്ടില്ലേ? കാലമാട്. എന്റെ ശ്രീധരൻ തുകയുടെ ബാക്കി കാര്യം എന്താകും എന്തോ. എന്റെ ഗീവറീസ് പുണ്യാളാ. പുണ്യാളൻ. ഇപ്പൊ പിടികിട്ടി. എന്റെ ഗീവറിസ് പുണ്യാളാ, നീ കാത്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു പുണ്യാളാ.
അതിപ്പോ നേർച്ചക്കുറ്റിയിൽ വീണത് എങ്ങനെയാ തിരിച്ചറിയാ ലോറൻസ് ചേട്ടാ? അയ്യോ അങ്ങനെ പറയരുത് എൻ്റെ മനസ്സോ. തീർന്നു. അച്ചോ അതെ, ഈ കമ്മീഷൻ കാശ് കിട്ടിയിട്ട് വേണം ചേട്ടന് 2 പെൺമക്കളെ കെട്ടിച്ചു വിടാൻ. അല്ല 4 പെമ്പിള്ളേരാ. ലോറൻസ് ചേട്ടനാണെങ്കിൽ പള്ളിയിൽ വരൂല്ലേ, പള്ളിക്കാരായിട്ട് സഹകരിക്കുന്ന ആളുമല്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പള്ളി വന്നാൽ മതിയായിരുന്നു. നിങ്ങളൊരു വിശ്വാസിയാണോ ലോറൻസ് ചേട്ടാ? വിശ്വാസിയാണച്ചോ, അതുകൊണ്ടല്ലേ ലോറൻസ് ചേട്ടൻ കുടിച്ചുപള്ളി നിറച്ചിട്ടത്. അതെ അച്ചോ, ഞാനൊരു വിശ്വാസിയാണ്. വികാരി അച്ഛനാണെങ്കിൽ സ്ഥലത്തുമില്ല. ആ ലോട്ടറി ടിക്കറ്റ് കിട്ടിയാൽ 5 പവൻ്റെ മാല നടന്നേക്കാൻ വെച്ചോ. മാലയോ? എന്തിന്? ലോറൻസ് ചേട്ടാ, ആ കാശിന് പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് പണിയാൻ സഹായിക്കാൻ പറ്റുമോ? പറ്റുമോ അച്ചോ? അങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യേണ്ട ലോറൻസ് ചേട്ടാ. അപ്പോൾ നേർച്ചക്കുറ്റിയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വികാരി അച്ഛൻ്റെ സഹായം വേണ്ട അച്ചോ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഞങ്ങൾ കൊച്ചച്ചന്മാരാ നല്ലത്. ആശ്വാസമായി. എന്നാ വാ ലോറൻസ് ചേട്ടാ. ചേച്ചി അച്ഛനും ചേട്ടായിയൊക്കെ വരുന്നുണ്ട്. ഹോ, ഇനിയെങ്കിലും എൻ്റെ സ്ത്രീധനത്തുകയുടെ കാര്യം ചേട്ടായോട് പറയണം. അതിപ്പം ഞാൻ ചേട്ടായോട് പറഞ്ഞു നോക്കാം. അച്ഛൻ വരുന്നുണ്ട്. പ്രവീണേ, അച്ഛൻ വരുന്നുണ്ട്. എപ്പോഴും ശുദ്ധീകരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. പരിശുദ്ധനായ പിതാവേ, രക്ഷകനായ കർത്താവേ, നമ്മുടെ പ്രിയ സഹോദരൻ ലോറൻസിനടിച്ചിരിക്കുന്ന ഈ ഭാഗ്യക്കുറിയെ അങ്ങ് ആശീർവദിക്കണമേ. ദൈവത്തിന് എല്ലാവരെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അവിശ്വാസിയായ നമ്മുടെ സഹോദരനെ ഒറ്റ ലോട്ടറി കൊണ്ട് ദൈവം വിശ്വാസിയാക്കിയില്ലേ? അതുമാത്രമല്ല, അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനത്തുകയുടെ ഒരു ചെറിയ വീതം അദ്ദേഹം പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വീട് പണിയോ? എനിക്കറിയില്ല. കർത്താവേ, ലോറൻസിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതിന് നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വളരെ നന്ദി അച്ചോ. എന്നാ അച്ചോ, നമസ്കാരം. സന്തോഷമായില്ലേ? എനിക്ക് മകൾക്ക് സന്തോഷമായില്ലേ? നീ പോരാ കേട്ടോ. നമ്മള് രക്ഷപ്പെട്ട് നിർത്താനേ. അച്ചോ ലോറൻസ് ചേട്ടാ, പള്ളിയിലേക്കൊക്കെ ഇറങ്ങിയോളോട്ടോ. ശരി അച്ചോ, ഇറങ്ങാം. എല്ലാം ശരിയാവും. അതെ അതെ. ദൈവം നമ്മൾ രക്ഷിച്ചില്ലേ? ഞാൻ ഈ കൂടിയൊക്കെ വാടക നിർത്തി വീട്ടിൽ കേട്ടോ. നിൽക്കുന്ന മാറി നല്ലൊരു വീടൊക്കെ വെക്കണം അല്ലേ ചേട്ടായി, എൻ്റെ സ്ത്രീധനത്തിന്റെ കാര്യം. ഓ, ഒരു രക്ഷയില്ല മോളെ. ആ മക്കളെ, നമുക്ക് പോവാം. വേണ്ട വേണ്ട. ചേട്ടൻ അടിച്ച പോലെയല്ല, 10 കോടിയാ. 10 കോടിയോ? ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലഹിന പരിഗ്രസ്തമാം രോഗവും ആലോലചതസാ ഭോഗങ്ങൾ തേടുന്നു.